I am Vincent John from Salvi Fabrics, Surat. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്ന ഒരു അടിപൊളി ഫാബ്രിക് ആണ്. നല്ല പ്യുവർ വൈറ്റിലുള്ളത്, നല്ല പേൾ വൈറ്റ്. പ്യുവർ വൈറ്റ് എന്ന് പറഞ്ഞാൽ ഉജാല വൈറ്റ് അല്ല കേട്ടോ, നല്ല പേൾ വൈറ്റിൽ, അതായത് നമുക്ക് ആർക്ക് കണ്ടാലും അത്രയധികം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഫാബ്രിക് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇത് ടോട്ടലി മെഷീൻ എംബ്രോയിഡറി ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് 2.5 mm ബീഡ്സും 3 mm സിൽവർ സീക്വൻസും അതുപോലെ തന്നെ നൈലോണും, അതുപോലെ തന്നെ പ്യുവർ വൈറ്റ് നെറ്റില് ബട്ടർഫ്ലൈ നെറ്റിലാണ് ഇത് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. 100% മിഷൻ വർക്കാണ് ഇതില്. ഇതൊക്കെ നമ്മൾക്ക്, അതായത് പുതിയൊരു നമ്മളുടെ അപ്ഡേറ്റ് ആയിട്ടുള്ള മിഷൻ വന്നിട്ടുണ്ട് ബീഡ്സിന്റെ, അതിൽ ചെയ്തിരിക്കുന്ന വർക്കാണ് ഇത് ടോട്ടലി. ഇതൊക്കെ നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാൻഡ് വർക്ക് ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഹാൻഡ് വർക്ക് ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന നമ്മളുടെ എംപ്ലോയീസിന് വരുന്ന പോസ്റ്റിംഗ് അതൊക്കെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ബീഡ്സിന്റെ മെഷീൻ ഇത് ചെയ്തിരിക്കുന്നത്. വളരെ പെർഫെക്റ്റ് ആയിട്ട്, അതായത് ഒരു മിസ്റ്റേക്ക്, അതായത് ഹാൻഡ് വർക്കിൽ വരുന്ന മിസ്റ്റേക്ക് പോലും വരാത്ത രീതിയിൽ മെഷീനിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ ഹാൻഡ് വർക്ക് നമ്മൾ ചെയ്യുമ്പോൾ ബീഡ്സ് ഒക്കെ വർക്കേഴ്സ് അവരുടെ ടൈമിംഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും ബീഡ്സ് ഒക്കെ അവര് റണ്ണിങ്ങിൽ എടുക്കുക. റണ്ണിങ് മീൻസ് അതായത് 5ഉം 6ഉം ബീഡ്സ് അവർ ഒരുമിച്ച് ഒറ്റ സ്റ്റിച്ചിലായിരിക്കും, ഒറ്റ ബ്ലോക്കിലായിരിക്കും അവരത് ചെയ്യുന്നത്. മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർഫെക്റ്റ്, ഓരോ ബീഡ്സും ഇൻഡിവിജ്വൽ ലോക്കാണ്. അതുകൊണ്ട് നമ്മളിപ്പം ഡ്രസ് കട്ടിങ് ചെയ്യുമ്പോഴൊക്കെ ഈ ഹാൻഡ് വർക്കിന്റെ സൈഡിൽ നിന്നൊക്കെ നമുക്ക് ഊരി പോകുന്നതായിട്ടുള്ള കംപ്ലൈന്റ്സുകളൊക്കെ വരാറില്ല. അതൊന്നും ഈ ഫാബ്രിക്കിൽ ഒരിക്കലും ഒരു പോയിന്റിൽ പോലും ഒരിടത്തും നമുക്കിത് കാണാൻ സാധിക്കില്ല. അത്ര പെർഫെക്റ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് ലോക്ക് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ ഇതില് യൂസ് ചെയ്തിരിക്കുന്നത് നെറ്റിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ബട്ടർഫ്ലൈ നെറ്റ് ആണ്, പ്യുവർ നെറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്, പേൾ വൈറ്റിലുള്ളത്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ബീഡ്സിന്റെ പ്രത്യേകം പറയണം, കാരണം നമ്മൾ ഒരിക്കലും ലോക്കൽ ബീഡ്സ് യൂസ് ചെയ്യാറില്ല, ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ബീഡ്സുകളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ലേബൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ചൈനയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്ത ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ പേൾ വൈറ്റ്, അതായത് ഡയമണ്ടിന്റെ ലുക്കാണ് ഇതിന്. ഡയമണ്ട്, അതായത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നു ഡയമണ്ട് ആണെന്ന് തോന്നുന്നു, കാരണം ഈ ഒരു പ്ലേസിംഗ് ഉണ്ടല്ലോ, അതായത് ഇതിൽ ഒരു ബീഡ്സിന് പോലും ഒരു കോർണർ പൊട്ടിയിട്ട് അങ്ങനെ ഒന്നുമില്ല. അത്ര ക്ലിയർ ആയിട്ടാണ് ഇതിൽ ഈ ബീഡ്സിൽ, അത്ര ക്വാളിറ്റി ഉള്ള ബീഡ്സ് ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഫാബ്രിക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ സീക്വൻസ് ആണെങ്കിലും ഹൈ ക്വാളിറ്റിയിലുള്ള ചൈനയിൽ തൊട്ട് ചെയ്ത പേപ്പറിലുള്ള സീക്വൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് നമ്മളുടെ യൂണിറ്റിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സീക്വൻസ് ആണ്. പിന്നെ അതിന്റെ കൂടെ തന്നെ ട്രാൻസ്പെറൻസി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ത്രെഡ് യൂസ് ചെയ്തിട്ടില്ല. ത്രെഡിന് പകരം നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന നൈലോൺ ആണ്. ഏറ്റവും ക്വാളിറ്റി കൂടിയ പേൾ വൈറ്റിലുള്ള നൈലോൺ ആണ് നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അത് ത്രെഡ് നമ്മൾ യൂസ് ചെയ്യാത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ത്രെഡ് യൂസ് ചെയ്യുമ്പോൾ ഫാബ്രിക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ നൂലിന്റെ ഇഴകൾ നമുക്ക് കാണാൻ പറ്റും. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫാബ്രിക്സിൽ നൈലോൺ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നൈലോൺ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ ട്രാൻസ്പെറൻസി അത്ര പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഫാബ്രിക്കിൽ കാണാൻ പറ്റും. ഈ ഫാബ്രിക് നിങ്ങൾക്ക് ഏത് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റും, അതായത് കിഡ്സിന്റെ ഡ്രസ് തൊട്ട് നമുക്ക് വെഡിങ് സാരി വരെ ഇതിൽ യൂസ് ചെയ്യാം. ഡ്രസ് എത്രയും നന്നായിട്ട് എടുക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ട് നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്.